ജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഈ കൊച്ചു കേരളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പെടാപ്പാട് വല്ലതും ഈ സർക്കാരിന് മനസ്സിലാവുന്നുണ്ടോ? എവിടുന്ന് മനസ്സിലാവാൻ? അവർക്കുള്ളവരെല്ലാം ഇപ്പം ജയിലിലായതുകൊണ്ട് അവർക്ക് ജയിലിലുള്ളവരുടെ കഷ്ടപ്പാട് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ജയിലിലുള്ളവരുടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. ഇവിടെ ഓരോരോ പാവപ്പെട്ട മനുഷ്യര് കൃഷിക്കാരാണെന്നുണ്ടെങ്കിൽ ഏത്തവാഴയൊക്കെ കൃഷി ചെയ്തവര് 30 രൂപ പോലും കിലോയ്ക്ക്, 1 കിലോ ഏത്തക്കായ്ക്ക് 30 രൂപ പോലും ഇല്ലാണ്ട് അവരൊക്കെ കൃഷി നഷ്ടമായിക്കൊണ്ടിരിക്കുക. അതുപോലെ ഓരോ മനുഷ്യരും ഓരോ ദിവസം തള്ളി നീക്കാനായിട്ട് എന്തെല്ലാം പെടാപ്പാടാപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എത്രയോ എണ്ണം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന കടക്കെണിയിലായിട്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ സർക്കാരിന് അതിനെക്കുറിച്ചൊന്നും അറിയണ്ട, അതിനെക്കുറിച്ചൊന്നും ഒരു പരിഹാരവും കണ്ടെത്താനില്ല. കൂടുതൽ കൂടുതൽ നികുതികളും കൂടുതൽ കൂടുതൽ പിഴകളും ഓരോരോ രീതിയിൽ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ ഓരോരോ രീതിയിലുള്ള കാര്യങ്ങളും ഓരോ നിയമം, ഇന്ന് കൊണ്ടുവരുന്ന നിയമമല്ല നാളെ കൊണ്ടുവരുന്ന പിഴയല്ല മറ്റന്നാ കൊണ്ടുവരുന്നത്. അങ്ങനെ ഏതെല്ലാം ഇനത്തിൽ പിഴ ഈടാക്കാവോ അതെല്ലാം ഈടാക്കി വേടിച്ച് ഇന്ന് ഈ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ മൊത്തം പൊറുതി മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണുള്ളത്. അപ്പൊ എന്ത് തന്നെയായാലും അതുപോലെ ഓരോ മനുഷ്യനും കിടന്ന് കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ കണ്ടോ, ഞാൻ ഒരു പശുവിനെ തീറ്റിക്കൊണ്ടിരിക്കുക, അതുപോലെ കൊണ്ട് അവിടെ 2 പോത്തന്മാരെ കിട്ടിയിട്ടുണ്ട്, അവന്മാരെ നോക്കി തീറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ കിടന്ന് കേരളത്തിൽ കിടന്ന് ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ കയ്യും കാലും ഇട്ട് അടിക്കുമ്പോഴാണ് ജയിലിൽ കിടക്കുന്നവർക്ക് വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ജയിലിൽ ചെന്ന് കിടക്കുന്നേന്ന് പറഞ്ഞാൽ ആരാ ജയിലിൽ ചെന്ന് കിടക്കുന്നേ? നല്ല നല്ല കുടുംബത്തൂന്ന് ജോലിക്ക് പോയി കിടക്കുമല്ലേ അവരവിടെ. കള്ളത്തരവും കൊള്ളരുതായ്മയും കൊലപാതകവും പിടിച്ചുപറിയും ബലാത്സംഗവും ഒക്കെ നടത്തിയവന്മാരല്ലേ ജയിലിൽ കിടക്കുന്നേ. പിന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് ജയിലിൽ കിടക്കുന്നവർക്ക് ശമ്പളം കൂട്ടി കൊടുത്തേ പറ്റൂ. കാരണം ഏറ്റവും കൂടുതലും കിടക്കുന്ന 100 പേരിൽ 90 പേരും ഇവർക്കുള്ളവരല്ലേ. ഇവർക്ക് വേണ്ടിയിട്ട് ഓരോ പരിപാടികൾ ചെയ്തിട്ട് ജയിലിലായി പോയവരല്ലേ. അപ്പൊ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യത ഇവർക്കുണ്ടല്ലോ, നമ്മുടെ സർക്കാരിനുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സർക്കാർ അവരുടെ അന്തസ്സിനെ കരുതി അവർക്ക് വേതനം കൂട്ടിക്കൊടുക്കും. ഇപ്പൊ ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന എന്താണ്? കേരളത്തിൽ അല്ലെങ്കിലേ ഒരു പേരുദോഷമുണ്ട്. കേരളത്തിൽ ജീവിക്കാൻ വലിയ പാടാ. അതേസമയം സർക്കാർ ചെലവില് സർക്കാർ ഫുഡ് അടിച്ച് ജയിലിൽ പോയി കിടക്കാമെങ്കിൽ ആഴ്ച ഒരിക്കൽ മട്ടൻ കറിയും ചിക്കൻ കറിയും ഒക്കെ കഴിച്ച് സുഖമായിട്ട് സുഭിക്ഷമായിട്ട് 3 നേരം നല്ല നല്ല വൈറ്റമിനും പ്രോട്ടീനും മിനറൽസും ഒക്കെ അടിച്ചിങ്ങനെ അവിടെ കിടക്കാമെന്ന് അല്ലെങ്കിലേ ഒരു ചൊല്ലുണ്ട്. കേരളത്തിൽ വരുന്ന യുവതലമുറയ്ക്ക് എല്ലാവർക്കും ഇല്ല മ്യൂസിയത്തിലൊക്കെ പോയി പഴയ ഒരു സാധനങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി നമ്മളിങ്ങനെ വലിയ വലിയ റൈഡിലൊക്കെ കയറി ആ റൈഡിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെയാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് തോന്നുന്നത് ജയിൽ എങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. ഇപ്പൊ അതിനൊരു മോട്ടിവേഷനും കൂടെയാണ് ഇപ്പം നൽകിയിരിക്കുന്ന ശമ്പള വർധനവ്. എന്താ, ആരുടെയെങ്കിലും ഒക്കെ മെക്കിട്ട് കയറിയിട്ട് ജയിലിൽ ചെന്ന് കിടന്ന സുഖം സുഭിക്ഷം വീട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേന് ഒരു 10 സെന്റ് പുരയിടം മേടിക്കാനുള്ള കാശും നല്ലൊരു വീട് വെക്കാനുള്ള പൈസയും കൂടെ കിട്ടും ജയിലിൽ ചെന്ന് കിടന്നിട്ട് വരാമെങ്കിൽ. അപ്പൊ എന്താ, ഭാവി ജിങ്കാലേ. അപ്പൊ ഇതിലൂടെ നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്ന എന്താണ്? വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് കേരളത്തിൽ ജോലിയില്ല, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനും പൊതുവെ വലിയ മടിയാ. അപ്പൊ ആ ജോലി ഇല്ലായ്മയെ എങ്ങനെയെങ്കിലും അവരെ ആരുടെയെങ്കിലും ഒക്കെ തോളെ ചെന്ന് കയറി ആരെയെങ്കിലും കൊന്നോ കൊല വിളിച്ചോ പിടിച്ചു പറിച്ചോ പീഡിപ്പിച്ചോ നിങ്ങളങ്ങ് ജയിലിൽ വന്നാ മതി. നിങ്ങൾക്കുള്ള ജീവിക്കാനുള്ള, അതായത് വളരെ ചെറിയ പ്രായത്തിലെ നിങ്ങൾ എത്താമെങ്കിൽ ഒരു 10-12 വർഷത്തെ കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പെണ്ണ് കെട്ടി ഒരു കുടുംബസ്ഥനാവാറാവുമ്പോഴത്തേന് അത്യാവശ്യം ഒരു വരുമാനവുമായിട്ട് നിങ്ങൾക്ക് പോരാം. അതായത് ഒരു ദിവസം 530 തൊട്ട് 600 സംതിങ് വരെ ഉണ്ട്. അപ്പൊ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 8-10 കൊല്ലം കിടന്നു കഴിയുമ്പോഴത്തേന് അത്യാവശ്യം ഒരു വീടും കുടുംബം ഉണ്ടാക്കാനുള്ള പൈസ, വീടും വസ്തുവൊക്കെ മേടിക്കാനുള്ള പൈസയായിട്ട് വരാം. പിന്നെ പോരാത്തതിന് ജയിലിൽ കിടന്നിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ എല്ലാവരും വീട്ടിൽ കയറ്റി കോടീശ്വരനല്ലേ വരുന്നേ. നിങ്ങൾ ഗൾഫിൽ പോയിട്ട് വരുന്നത് പോലല്ലേ ജയിലിൽ പോയിട്ട് വരുമ്പം ഇഷ്ടം പോലെ കാശുമായിട്ടല്ലേ വരുന്നേ. അപ്പൊ നിങ്ങളെ വീട്ടുകാരൊക്കെ കയറ്റി സൽക്കരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇനിയിപ്പൊ നമ്മുടെ കേരള സർക്കാർ ഇപ്പൊ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാല് കേരളത്തിലുള്ള യുവതലമുറയെയും കൂടെ എങ്ങനെയെങ്കിലും ജയിലിലേക്ക് ആകർഷിക്കണം. അതായത് കണ്ട കൊടിയും നാശവും കൊലപാതകവും കൊല്ലും പിടിച്ചുപറിയും മോഷണവും പിന്നെ ബലാത്സംഗവും ഒക്കെ ചെയ്ത് യുവതലമുറ കൂടി ഈ ജയിലിലെ ഓഫർ കേട്ട് ആകൃഷ്ടരായിട്ട് ജയിലിലേക്ക് എത്തണം. അല്ലെങ്കിൽ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് സജീവമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യണം. കാരണം അവരിങ്ങനെ ഓഫറുകൾ കൂട്ടും. ഇങ്ങനെ തുടർന്ന് അങ്ങോട്ട് പോവാമെങ്കിൽ ഇനി പയ്യെ കൊണ്ട് ജയിലിൽ ഒരു ദിവസം 1000 രൂപ വേതനമൊക്കെ എത്തും. പിന്നെ എന്തിനാ മനുഷ്യൻ ഗൾഫിൽ പോകുന്ന, എന്തിനാ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന, എന്തിനാ? നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങളാണ് ഈ നാട്ടിൽ കിടന്നിട്ട് ഗ്യാസ്, കറണ്ട് ബില്ല്, പിന്നെന്താണ് വാട്ടർ അതോറിറ്റിയുടെ ബില്ല്, പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ, പിന്നെ ചെലവ്,
അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇവിടെ കിടന്ന് അറിയണം. ഒരു വീട് കഴിയണമെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. ഇതാകുമ്പോൾ ഒന്നും അറിയണ്ട, ഗ്യാസ് അറിയണ്ട, കറണ്ട് ബില്ല് അറിയണ്ട, പിന്നെന്താണ് ഫുഡിന്റെ ചെലവറിയണ്ട, ഒന്നും അറിയണ്ട, സോപ്പ്, ചീപ്പ്, എണ്ണ, വസ്ത്രം, ഇതൊന്നും അറിയണ്ട, സുഭിക്ഷമായിട്ട് കഴിയാം. ഡെയിലി 500 രൂപ തൊട്ട് 500 600 രൂപ ശമ്പളം. എന്തോ വേണം പിന്നെ? സുഖമല്ലേ? ജയിൽ പുള്ളിയായിട്ടിരുന്നാ പോരെ? അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും തോന്നും എനിക്ക് ഈ കേരളത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ജയിൽ പുള്ളിയായിട്ട് ജീവിക്കുന്നതാണ്. പിന്നെ ഞാൻ എന്റെ പൊന്നു സർക്കാരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളൊരു കശുവണ്ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാ. നിങ്ങളൊരു കാര്യം ചെയ്യും. ഇപ്പൊ കശുവണ്ടി മേഖല എല്ലാം പ്രതിസന്ധിയില്ല. പിന്നെ നമ്മളൊരു കാഷ്യൂ കോർപ്പറേഷൻ ഈ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്കൊക്കെ പാവത്തുങ്ങൾ, ഞങ്ങൾക്കൊക്കെ ഒരു മാസത്തിൽ ഒരു 10-20 ദിവസത്തെ ജോലി താ. ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു 10 ദിവസം പോലും ജോലിയില്ല, 20 ദിവസത്തെ ജോലിയില്ല. പോട്ടെ, ഈ 500 രൂപ ഒരു ദിവസത്തെ വേതനമായിട്ട് ഞങ്ങൾക്ക് താ. ഞങ്ങൾക്ക് എങ്ങനെ കിടന്ന് ഉച്ചുകുത്തി കിടന്ന് പൊളിച്ചാലും, കശുവണ്ടി പൊളിച്ചാലും ഞങ്ങൾക്ക് ഒരു 300 രൂപ കിട്ടുന്നില്ല. ഞങ്ങൾ ആഴ്ച 6 ദിവസം ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു 1800 രൂപയേ ഉള്ളൂ. ഈ 1800 രൂപ കൊണ്ടൊക്കെ ഒരു കുടുംബം കഴിയാന്ന് വെച്ചാൽ വലിയ പാടാ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇവർക്കൊക്കെ കൊടുക്കുന്നല്ലോ, ഈ ജയിൽ പുള്ളിയുടെയൊക്കെ അന്തസ്സിനെ മാനിച്ച് കൊടുക്കുന്നല്ലോ. ഞങ്ങളെ പോലെ കുറെ കശുവണ്ടി തൊഴിലാളികൾ ഈ കൊല്ലം ജില്ലയിലുണ്ട്. ഈ കശുവണ്ടി തൊഴിലാളികളുടെ അന്തസ്സിനെ മാനിച്ച് ഞങ്ങൾക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സാലറി കൂട്ടി തന്ന്, എന്തെങ്കിലും അല്ല ഈ ജയിൽ പുള്ളിക്ക് കൊടുക്കുന്നത് പോലുള്ള ഒരു സാലറി എന്നാൽ ഞങ്ങളുടെ കുടുംബവും കഴിഞ്ഞു പോകും. നിങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും തരണ്ട, ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം തരണ്ട, ഗ്യാസ് തരണ്ട, കറണ്ട് ബില്ലൊന്നും തരണ്ട. അതൊക്കെ നിങ്ങൾ തരുന്ന ഈ 500 രൂപയെന്നോ 600 രൂപയെന്നോ ഞങ്ങൾ അടച്ചോളാം. ദയവ് ചെയ്ത് ഞങ്ങൾ കശുവണ്ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം നിങ്ങൾ ദിവസവേതനമാക്കണം. ഞങ്ങൾ ഈ കിടന്ന കൂനാന്ന് കുത്തിയിരുന്ന് കശുവണ്ടി നുള്ളി തൊലിച്ചാലൊന്നും ഞങ്ങളുടെ കുടുംബം കഴിയാൻ ഒക്കുന്നില്ല. ഞങ്ങൾക്ക് 1600 രൂപയൊക്കെ ഒരു ആഴ്ച, 1800 രൂപയൊക്കെ ഒരാഴ്ച 6 ദിവസം വന്ന് ജോലി ചെയ്താൽ ശമ്പളം കിട്ടുന്നുള്ളൂ. കൂടിപ്പോയാൽ 2100 രൂപ കിട്ടും. അതിൽ നിന്ന് PF ESA ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 1800 രൂപ പോലും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സർക്കാർ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കണം. ഞങ്ങളുടെ അപേക്ഷയെ മാനിച്ച് ഞങ്ങൾക്ക് ഈ ജയിലിൽ കൊടുക്കുന്ന വേതനം ഞങ്ങൾക്കും കൂടെ തരണം. ഞങ്ങളും ജീവിച്ചു പൊക്കോട്ടെ. അപ്പൊ എന്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് നമ്മുടെ സർക്കാരിന്റെ കണ്ണുകളിലേക്ക് എത്തിക്കണം. ഇനി ഒരുപക്ഷെ ഇത്രയും അലിവുള്ള ജയിൽ പുള്ളികളുടെ വരെ അന്തസ്സിനെ മാനിക്കുന്ന സർക്കാരായ സ്ഥിതിക്ക് ഞങ്ങളെ പോലെ കശുവണ്ടി തൊഴിലാളികളുടെ അന്തസ്സിനെയും കൂടെ മാനിച്ച് ഈ ജയിൽ പുള്ളിക്ക് കൊടുക്കുന്ന ശമ്പളം ഞങ്ങൾക്ക് തന്നാൽ അറിയാൻ ഒക്കുവോ? അതുകൊണ്ട് നമ്മുടെ ഈ ആദരണീയനായ സർക്കാരിന്റെ മുമ്പിലേക്ക് എന്റെ ഈ ഒരു അപേക്ഷ നിങ്ങൾ ഷെയർ ചെയ്തൊന്ന് അറിയിക്കണമെന്ന് ഞാൻ നമ്മുടെ എല്ലാ ജനങ്ങളോടും താഴ്മയെ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്റെ വീഡിയോയിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. എന്റെ ഈ ഒരു ആവശ്യം ദയവ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്ത് സർക്കാരിലേക്ക് എത്തിക്കണം. എന്റെ ഈ ആവശ്യം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കുകൾ തന്ന് എന്റെ ഈ ഒരു ആവശ്യത്തെ നിങ്ങൾ അംഗീകരിക്കണം. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ.